തലയില്ലാത്ത ഭാരതം. ജമ്മു കാശ്മീരും ലഡാക്കും ഭാരതത്തിലെ അല്ല. 9ാം ക്ലാസ്സിൻ്റെ അർദ്ധവാർഷിക പരീക്ഷയിൽ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ചോദ്യ പേപ്പറിലാണ് കേരള വിദ്യാഭ്യാസ വകുപ്പ് ഭാരതത്തിൻ്റെ ഭൂപടത്തെ കോലം കെടുത്തിയത്. ഈ സംഭവത്തിൽ ഇതാ ഇപ്പോൾ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുകയാണ് ദേശീയ അധ്യാപിക പരിഷത്ത്. ഭാരതത്തിലെ ഭൂപടത്തിൽ കാശ്മീരിനെയും അരുണാചൽ പ്രദേശിനെയും അടയാളപ്പെടുത്താതെ ഭാരതത്തിൻ്റെ ഭൂപടത്തെ ഇവർ വികലമാക്കിയാണ് ചിത്രീകരിച്ചത്. ഇതിന് പിന്നിൽ വൻ ഗൂഢാലോചന അല്ലെങ്കിൽ വൻ ഗൂഢമായ ഉദ്ദേശമുണ്ടെന്ന് തന്നെയാണ് ദേശീയ അധ്യാപിക പരിഷത്ത് വ്യക്തമാക്കുന്നത്. സർക്കാർ സംവിധാനങ്ങൾ ഔദ്യോഗിക ഭൂപടം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ചട്ടമടക്കം നിലവിലുണ്ട്. ഇതൊക്കെ ലംഘിച്ചാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ ഇപ്പോൾ വൻ പ്രതിഷേധമുയരുന്നു. ഭൂപടത്തിന് ഭാരതത്തിൻ്റെ തലഭാഗമില്ല, ജമ്മു കാശ്മീരും ലഡാക്കുമില്ല, നാഗാലാൻഡും ആസാമും മുറിച്ച് മാറ്റപ്പെട്ട സ്ഥിതിയിൽ അരുണാചൽ പ്രദേശിൻ്റെ ചില ഭാഗങ്ങളും കാണാനില്ല. അതായത് രാജ്യവിരുദ്ധ ശക്തികളായ ചൈനയും പാകിസ്ഥാനും അടക്കമുള്ളവർ പ്രചരിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് ഈ ഭൂപടം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഭൂപടം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ചട്ടം രാജ്യത്ത് നിലവിലുണ്ട്. ഭൂപടങ്ങൾ വികലമായി ചിത്രീകരിക്കുന്നത് 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റം തന്നെയാണ്. സർവേ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഭൂപടങ്ങൾ മാത്രമായിരിക്കണം പ്രസിദ്ധീകരിക്കാവൂ എന്നാണ് നിയമം. പൂർണ്ണമായ ഭൂപടം കൃത്യമായ അതിർത്തികളോടെ മാത്രമേ പ്രസിദ്ധീകരിക്കാവൂ എന്ന നിബന്ധനയുണ്ട്. ചോദ്യപേപ്പറിനും ഈ നിയമം ബാധകമാണ്. അതായത് ഉത്തരവാദികൾക്കെതിരെ ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കണം എന്ന് തന്നെയാണ് ദേശീയ അധ്യാപക പരിഷത്ത് ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, സംസ്ഥാനത്ത് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുന്ന ചോദ്യപേപ്പറുകളിലും പാഠപുസ്തകങ്ങളിലും ഇത്തരത്തിൽ രാഷ്ട്രീയ വിരുദ്ധ പ്രവർത്തനങ്ങൾ ആവർത്തിക്കുന്നത് പ്രത്യേക ഗൂഢ താൽപര്യങ്ങൾ പ്രകാരമാണെന്നും ഇവർ പറയുന്നു. ഇത്തരം രാഷ്ട്രവിരുദ്ധ നടപടികൾ വിദ്യാർത്ഥികളിൽ ഭൂപടത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ വളർത്താൻ മാത്രമായിരിക്കും ഉപകരിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് ദേശീയ അധ്യാപക പരിഷത്ത് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് ചോദ്യപേപ്പറിൽ കാശ്മീരിനെയും അരുണാചൽ പ്രദേശിനെയും അടയാളപ്പെടുത്താതെ നൽകിയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അതായത് ഭാരതത്തിന്റെ ഭൂപടത്തെ ഇവർ വികലമാക്കി തന്നെ ചിത്രീകരിക്കുന്നു. അതിന് പിന്നിൽ മറ്റൊരു ഗൂഢ ഉദ്ദേശമുണ്ടെന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, ദേശീയതയെ അവഹേളിക്കുന്ന ഇത്തരം ഭൂപടങ്ങൾ മുൻകാലങ്ങളിലും വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരം സന്ദർഭങ്ങളിലെല്ലാം വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ നിന്നുള്ള ഭൂപടം മാത്രം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവൂ എന്നുള്ള നിർദ്ദേശം നിലനിൽക്കെ അത്തരം നിർദ്ദേശങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ പരസ്യമായിട്ടൊരു നിയമലംഘനം ഇവർ നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ വകുപ്പ് തല അന്വേഷണ നടപടികൾ സ്വീകരിക്കാത്തത് ഇടതുപക്ഷ ജിഹാദി കൂട്ടുകെട്ടുകളുടെ സമ്മർദ്ദം മൂലമെന്നും ഇവർ ആരോപിക്കുന്നു. ഇത്തരം രാഷ്ട്രവിരുദ്ധ നടപടികൾ വിദ്യാർത്ഥികളിൽ ഭൂപടത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ വളർത്താൻ മാത്രമേ ഉപകരിക്കൂ. മാത്രമല്ല, ഭാരതീയ സംസ്കാരത്തെയും ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്ന ഈ സംസ്ഥാനങ്ങൾ ദേശീയ ഭരണത്തിന്റെ അവിഭാജ്യ ഭാഗങ്ങൾ മാത്രമല്ല, രാഷ്ട്ര ചരിത്രത്തിന്റെയും സാംസ്കാരികത്തിന്റെയും നിർണായക ഘടകങ്ങൾ കൂടിയെന്നും ഇവർ വ്യക്തമാക്കുകയാണ്. ഇത്തരം ചരിത്ര ധാരണകളെയും അടിസ്ഥാന നിർമ്മിതികളെയും നിരാകരിച്ചുകൊണ്ടുള്ള ചോദ്യപേപ്പറുകൾ വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.